ഹായ്, നമസ്കാരം സുഹൃത്തുക്കളെ. ഞാനിന്ന് നിൽക്കുന്നത് അരൂരാണ്. ഞാനിപ്പോൾ ഇന്ന് പ്രധാന കാര്യം പറയാൻ വന്നതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എറണാകുളത്ത് പനമ്പള്ളിയാറിലൊരു ഓർത്തോ ക്ലിനിക്, അതായത് ഈ ഹെയർ ഫിക്സിങ്ങും കാര്യമൊക്കെ നടക്കുന്നൊരു ക്ലിനിക്കാണ്. അപ്പോൾ ഒരു യുവാവ് എറണാകുളം ജില്ലയിൽ നമ്മുടെ ചെറായി സ്വദേശിയായ ഒരാൾ അയാൾക്കുണ്ടായ ഒരു അനുഭവം പങ്കുവച്ചിരുന്നു രാവിലെ. ചില വാർത്താ മാധ്യമങ്ങളിലൊക്കെ കണ്ടിരുന്നു. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് പറയാനായിട്ട് വിളിക്കുന്നു. ഇവിടെ ഹെയർ ഫിക്സിങ്, ഹെയർ കട്ടിങ് എന്നൊക്കെ പറഞ്ഞിട്ടേ ഈ മൊബൈലിലൊക്കെ പരസ്യം കാണും, ഫേസ്ബുക്കിലൊക്കെ പരസ്യം കാണും. അതുപോലെ നമ്മളതിൽ പോയി ചാടരുത്. ചാടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ നാശത്തിലേക്കാണ് നമ്മൾ പോണത്. ഇപ്പോൾ ഇയാളവിടെ ഹെയർ ട്രീറ്റ്മെൻറ്റിന് പോയി. ഹെയർ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ, മുടിയൊക്കെ ഇല്ലാത്തവർക്ക് മുടി വെച്ച് പിടിപ്പിക്കുന്ന ഒരു പരിപാടിയാണ്. അതായത് നമ്മൾ ഈ പുല്ലൊക്കെ നട്ട് പിടിപ്പിക്കുന്നതായിരിക്കും. അത് മണിക്കൂറും 2 മണിക്കൂറും 3 മണിക്കൂർ ഇത്ര സമയത്തിൻ്റെ ഉള്ളിൽ ഈ തലവേമ പശയൊക്കെ വെച്ച് തേച്ച് ഒട്ടിച്ച് പിടിപ്പിക്കുന്നൊരു പരിപാടി. നമ്മൾ ടയർ റിവേൽട്ട് ചെയ്യുന്ന കണ്ടില്ല, ടയറിന് മുകളിൽ കട്ട വെച്ചിട്ട് ഒട്ടിക്കൂലേ എന്ന് പറഞ്ഞ പോലെ ഒരു പരിപാടിയാണ് ഈ ഹെയർ ഫിക്സിങ്, ഹെയർ ട്രീറ്റ്മെൻറ്റ് എന്നൊക്കെ പറയും. അപ്പോൾ അത് വെക്കുമ്പോൾ അപ്പോൾ വലിയ കുഴപ്പമൊന്നും തോന്നുന്നില്ല, നല്ല സുഖമാവും. ചിലപ്പോൾ അപ്പോൾ അതിൻ്റെ റിസൾട്ട് അറിയില്ല. ചിലപ്പോൾ ഒരു 2 ആഴ്ച ഒക്കെ കഴിയുമ്പോഴാകും അതിൻ്റെ സുഖം അറിയണത്. അപ്പോൾ അങ്ങനെ ഇദ്ദേഹം പോയിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ഹെയർ ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്തു. അപ്പോൾ ഇത് പനമ്പള്ളി നഗറിലാണ് ഇതിൻ്റെ പിന്നെ ക്ലിനിക്ക്. അപ്പോൾ ഇയാൾ പോയിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ അയാൾക്ക് ഒരു ദിവസം രാത്രി ഇതേപോലെ 1 മണി സമയങ്ങളിലൊക്കെ അയാൾക്ക് തല വേദനിക്കാൻ തുടങ്ങി. അപ്പം ഡോക്ടറെ വിളിച്ച് പറഞ്ഞു, അത് നിങ്ങൾ ഉണ്ടാവും, അത് കാര്യമാക്കൊന്നും വേണ്ട, അത് നിങ്ങൾ എവിടെയെങ്കിലും വില ഗുളിക അതല്ലാന്നുണ്ടെ പ്രഷറോ ഷുഗറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാവും, വേറെ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇയാളെ പറഞ്ഞു ഒഴിവാക്കി. എന്നിട്ട് ഇയാൾ ഹോസ്പിറ്റലിൽ പോയിട്ട് എന്തായാലും അവിടെ ചെന്നേക്ക് അവർ പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല, അവർ വേറെന്തോ ഗുളിക കുടിച്ചു കൊടുത്തു, പിന്നെ വേറെന്തൊക്കെ ട്രീറ്റ്മെൻറ്റും കൂടി ചെയ്തു വിട്ടു. അങ്ങനെ അയാൾ വേദന സഹിക്കാതായപ്പോൾ നിങ്ങളുടെ ഹോസ്പിറ്റലിൻ്റെ സേവനം നമുക്ക് വേണ്ട എന്നും പറഞ്ഞ് അയാൾ അവിടെ പോയിട്ട് എറണാകുളത്ത് ലൂർദ് ഹോസ്പിറ്റലിൽ പോയി. ലൂർദ് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഇയാളുടെ തലവേ മുടിയൊന്നുമില്ല. അപ്പോൾ ആ മുടി തലേൻ്റെ സെൻറ്ററത്തെ ഭാഗത്ത് അവിടെ പഴുത്തിട്ട് അവിടെ കുഴിയായി വരികയാണ്. നമ്മുടെ ആസിഡ് അടിച്ചാൽ ശരീരം പൊള്ളുന്ന പോലെ അവിടെ ആ ഭാഗത്ത് കുഴിയായിട്ട് വരികയാണ്, ഒരു വലിയ കുഴി, മുറി. അത് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു വെല്ലാഴികയാണ്. അപ്പം എന്നിട്ട് ഇവരുടെ പേരിൽ കേസ് കൊടുക്കാനായിട്ട് ഇരിക്കുകയാണ്. ഇപ്പോൾ കേസൊക്കെ ആവും. 1-2 വാർത്താ മാധ്യമങ്ങളിലൊക്കെ വന്നിട്ടുണ്ട്, ഇയാൾ ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ ഒരു വാർത്താ മാധ്യമത്തിൽ കണ്ടതാണ്. അപ്പോൾ ഇത് ജനങ്ങളിൽ എത്തിക്കാനായിട്ട് ഞാൻ ഈ വീഡിയോ ചെയ്തതാണ്. കാരണം ഹെയർ ഫിക്സിംഗ് ആണ്, ഹെയർ കട്ടിങ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ 15,000 20,000 രൂപ, കുറഞ്ഞ 10,000 രൂപ മുകളിൽ വരും. 10,000 രൂപയുടെ മുകളിൽ അവിടെ എന്തായാലും വരും. എന്നിട്ട് അടുത്ത ആഴ്ച വരാൻ പറയും, പിന്നത്തെ ആഴ്ച വരാൻ പറയും. ഇങ്ങനെ ഇയാൾ ചെല്ലുമ്പോഴത്തേന് ഇദ്ദേഹത്തിന് ഈ അസുഖം കൂടി വരുവാണ്. അങ്ങനെ ലാസ്റ്റ് തലവേ മുടിയുന്നില്ല, തലയുടെ ഭാഗത്ത് ഈ സെൻറ്റർ ഭാഗത്ത് പഴുത്ത് അവിടെ വലിയൊരു കുഴിയായി. കണ്ടാൽ തന്നെ നമുക്ക് തന്നെ ഒരു വെല്ലായിക തോന്നും. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ അയാൾ വന്നു. കാരണം അയാൾക്ക് ഇപ്പോൾ അയാളുടെ ഭാര്യയുടെയും കുട്ടികളുടെയും മുഖത്ത് നോക്കാൻ പോലും പറ്റില്ല, ആ രീതിയിലായി. അയാൾക്ക് നാട്ടിലിറങ്ങി പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല, ഒരു ജോലിക്ക് പോകാൻ പറ്റില്ല. കാരണം നിത്യരോഗിയാണ് അയാൾ. തല വലിയ കെട്ടിങ്ങനെ കെട്ടിവെച്ചിട്ടുണ്ട്, വലിയ വെള്ളത്തുണിയായിട്ട് കെട്ടിവെച്ചിരിക്കുകയാണ്. തല കാണാൻ പറ്റില്ല, കാരണം ഒരൊറ്റ മുടി പോലും ഇല്ല. തലയൊക്കെ ആകെ പൊളിഞ്ഞ് നമ്മൾ പൊള്ളി പോലെ ആയിട്ട് അതുപോലെയായി. തലയൊക്കെ പഴുത്ത് അവിടുന്ന് പിന്നെ പഴുപ്പ് കൊലിക്കൽ തുടങ്ങി. അതുപോലെ തന്നെ വേറൊരാൾ തന്നെ ഇന്നത്തെ വീഡിയോ തന്നെ കണ്ടാണ്. അവിടെ തന്നെ ആവും, ആ ഹോസ്പിറ്റലിൻ്റെ കാര്യം തന്നെ ആവും. എന്നിട്ട് ഇത് എറണാകുളത്ത് ലൂർദ് ഹോസ്പിറ്റലിൽ പോയതിന് ശേഷം ഇപ്പോൾ കുറവുണ്ട് കേട്ടോ. അവിടുത്തെ ഡോക്ടറെ കാണിച്ച് പിന്നെ അതിന് ചികിത്സയൊക്കെ ചെയ്തിപ്പോൾ കുറഞ്ഞു വരുന്നുണ്ട്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ജീവൻ വരെ നഷ്ടപ്പെടുമെന്ന് കരുതുകയാണ്. കാരണം അത്രയും പഴുത്തങ്ങോട്ട് ഇതായിപ്പോയി. അപ്പോൾ നിങ്ങൾ ഈ ഹെയർ ഫിക്സിങ്, അങ്ങനെയുള്ള ഹെയർ കട്ടിങ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഫേസ്ബുക്കിൽ പരസ്യം കാണും. ആരായാലും അത് പോയിട്ട് നിങ്ങളുടെ നാശത്തേക്ക് അതിന് പോകരുത്. നാശത്തേക്ക് പോയി കഴിഞ്ഞ് നിങ്ങൾ നശിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ പോയി, അവർക്കൊന്നുമില്ല, അവർക്ക് കാശ് കിട്ടും. 10,000 15,000 25,000 ഒക്കെയാണ് ഒരു ട്രീറ്റ്മെൻറ്റിനൊക്കെ ചിലപ്പോൾ വാങ്ങുന്നത്. അപ്പോൾ ഇവരെ എത്രയും വേഗം ഈ സ്ഥാപനം കണ്ടുപിടിച്ചത് പോലീസുകാർ ഇത് അടപ്പിക്കാനുള്ള പരിപാടിയോ അല്ലെങ്കിൽ ഇത് നിയമപരമായിട്ട് എന്തെങ്കിലും ഇത് ഇനി ഇങ്ങനെ വേറൊരാൾക്ക് ഇവിടെ അനുഭവം ഉണ്ടാകരുത്.
അപ്പോൾ ഇത് എറണാകുളത്ത് പനമ്പള്ളി നഗറിൽ ക്രോസ് റോഡിലാണിത് ഈ ക്ലിനിക്ക് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അത് എത്രയും വേഗം അത് കണ്ടുപിടിച്ചുകൊണ്ട് അതിന് തീരുമാനമാക്കണം. കാരണം ഇയാളിപ്പോൾ കേസ് കംപ്ലയിൻറ്റ് കൊടുക്കും, വക്കീലിന് കൊണ്ടുപോയി കംപ്ലയിൻറ്റ് കൊടുത്തു. ഇനി വേറെ കമ്മീഷണർക്കാരൊക്കെ കംപ്ലയിൻറ്റ് കൊടുക്കാനുണ്ട്. കംപ്ലയിൻറ്റ് കൊടുക്കാനായിട്ട് ഇരിക്കുകയാണ്. എന്തായാലും അതിന് തീരുമാനമാവും. കാരണം അതിങ്ങനെ വിട്ട് കഴിഞ്ഞാൽ ശരിയാവില്ല. നാളെ ഒരാൾക്ക് ഇതേപോലുള്ള ഒരു ഗതി വരരുത്. ബാർബർ ഷോപ്പിൽ പോയിട്ട് അവനവൻ മുടി കട്ട് ചെയ്യുക, അതിന് കുഴപ്പമില്ല. ഈ മുടി വെപ്പ് മുടി തലമേ 2 മുടിയില്ല, തല മുട്ടത്തലയാണെന്ന് കരുതി ചിലർക്ക് അത് ബോറാണ്, ആക്ഷേപമാണ്. അപ്പോൾ അവർ കരുതും ഇതിൽ കുറച്ച് മുടി വെപ്പിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് പോകും. പറഞ്ഞ് പോയിട്ട് ഇങ്ങനെയുള്ള സ്ഥലത്ത് പോയിട്ട് മുടി വെപ്പിക്കും. അതുകൊണ്ട് വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല. വല്ല ഏതെങ്കിലും, കാരണം അവിടെ ഇരിക്കുന്ന ഡോക്ടർക്ക് പോലും വിദ്യാഭ്യാസമില്ല, അയാൾക്ക് കണ്ണ് ശരിക്കും പോലും കാണൂല എന്നുള്ളതാണ് ഇപ്പോൾ ഇയാൾ പറയുന്നത്. ഡോക്ടറാണെന്ന് ചോദിച്ചാൽ ഡോക്ടറാണ്, പേരിനൊരു ഡോക്ടർ, എവിടെ നിന്ന് കാശ് കൊടുത്ത് കുറേ MBBS എഴുതി പാസ്സായിട്ട് ഡോക്ടറാണെന്ന് പറഞ്ഞിരിക്കും. ക്ലിനിക്ക് നല്ല ക്ലിനിക്കല്ല. ഇങ്ങനെയാണ് ഹെയർ ട്രീറ്റ്മെൻറ്റ് മറ്റേ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അയാൾ മരിച്ചു പോയി കഴിഞ്ഞാൽ എന്താ ചെയ്യുക? അയാളുടെ ഭാര്യയ്ക്ക് പോയി, വേറെ ആർക്കും പോയിട്ടില്ല, അതറിയാം. അപ്പോൾ അതുപോലെ തന്നെ എല്ലാവരും ഈ കാര്യം ശ്രദ്ധിക്കണം. കാരണം വെച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഈ മുടി കട്ട് ചെയ്യാനോ അങ്ങനെയൊക്കെയാണെന്ന് ബാർബർ ഷോപ്പിൽ പോവാം. അതല്ല ഈ ഹോസ്പിറ്റലിൽ പോയിട്ട് ഇങ്ങനെ ഹെയർ ട്രീറ്റ്മെൻറ്റ് ഒരു പേരും ഇല്ല, ലൈസൻസും ഇല്ല, ഒന്നുമില്ലാത്തൊരു ഹോസ്പിറ്റൽ. ഇത് ഹോസ്പിറ്റലാണ്, ക്ലിനിക്കാണ്, എന്താണെന്നൊരു പിടിയില്ല. ലൈസൻസ് ഉണ്ടോ? ഡോക്ടറേറ്റ് ഉണ്ടോ? അവിടെ നിൽക്കുന്ന ജോലിക്കാർ ശരിക്കുള്ള ജോലിക്കാരാണോ? ഒന്നും അറിയില്ല. വെറുതെ എങ്ങനെ നമ്മൾ പോയിട്ട് വേണ്ടടുത്തടുത്ത് പോയി തല ഇട്ട് കഴിഞ്ഞാൽ വലിയ പണിയാവും, 8ൻ്റെ പണി കിട്ടും. ശരി, എന്നാൽ അത് നിർത്തുന്നു. ഓക്കെ, ശരി.